ഹലോ ഗൈസ്, ഈ മഴക്കാലത്ത് നമുക്കൊരച്ചാറായാലോ? അതും പഴങ്ങളുടെ രാജാവിനെ തന്നെ, നമ്മളുടെ സ്വന്തം ദേശീയ ഫലമായ മാങ്ങ. അതിനുള്ള അകമ്പടിക്കാരാണ് ഈ ചുറ്റിനും ഇരിക്കുന്നത്. അച്ചാറിലെ വിരുദ്ധന്മാർ വീട്ടുപറമ്പിലെ കറിവേപ്പിലയും കൊച്ചു കാന്താരിയും. ഇതിലും വിദേശികളെക്കാളും എനിക്ക് പ്രിയം നമ്മുടെ വീട്ടുവളപ്പിൽ നിൽക്കുന്ന സ്വദേശികൾ തന്നെ. അരച്ചിടുന്ന കൂട്ടുകളേക്കാൾ അച്ചാറിന് എന്നും രുചികരം ഈ ചെറിയ മുറി കാന്താരിയും വെളുത്തുള്ളിയും ഒക്കെ തന്നെ. ഞാനല്ലേ ആദ്യം, എന്നെ ഓർക്കുന്നില്ലേ എന്ന ചോദ്യവുമായി ഇത്തിരി കുഞ്ഞൻ കടുക്. ചെറുതായി കല്ല് കൊണ്ടുവന്ന തലോടി, രൂപം മാറ്റി. ഗുണം മാറിയിട്ടില്ല കേട്ടോ. മൺചട്ടികളുടെ അഭാവം കാരണം സ്ഥിരമായി എടുക്കുന്ന പാനിൽ കുറച്ച് നല്ലെണ്ണയും ചതയ്ക്കാത്ത കടുകും ചെറുതായി അരിഞ്ഞ് വെളുത്തുള്ളിയും ഇട്ടു. പിന്നെ വിട്ടുപോവാതെ നമ്മുടെ വിരുദ്ധൻ കറിവേപ്പിലയും. എല്ലാവരും എണ്ണയിൽ കിടന്ന് തുള്ളിക്കളിയായി കേട്ടോ. തീ വളരെ കുറച്ച് മാത്രം. ചെറുതായി ഒന്ന് ഇളക്കി അതിലേക്ക് ഒരു കുഞ്ഞു കൈക്കണക്കിന് ഉലുവയും. പിന്നീട് അരിഞ്ഞതും അരിയാത്തതുമായ കാന്താരിയും ഇട്ടു. ചെറുതായി ഒന്ന് ഇളക്കി കൊടുക്കുമ്പോൾ നിറവും മണവും എല്ലാം മാറും. പക്ഷേ ഗുണം കൂടുകയുള്ളൂ കേട്ടോ. ഇനി മസാലപ്പൊടികളുടെ സമയമാണ്. കൈക്കണക്കിന് തന്നെ കുറച്ച് മുളക് പൊടിയും വളരെ കുറച്ച് കായവും ഇടുക. കായം പൊടിച്ചതും പൊടിക്കാത്തതും എല്ലാം അച്ചാറിന് രുചികരം. വീണ്ടും നല്ല പോലെ ഇളക്കുക. എല്ലാവരും ചുവന്ന വർണ്ണത്തിൽ മുങ്ങുന്നവരെ. അതിലേക്ക് അച്ചാറിൻ്റെ കാവൽക്കാരനായ വിനാഗിരിയും ആവശ്യാനുസരണം ഒഴിക്കുക. പലരുടെയും നെറ്റി ചുളുങ്ങിയെന്ന് എനിക്കറിയാം. പക്ഷേ ഉപ്പ് മാത്രം കൊണ്ട് നമ്മളുടെ അച്ചാർ ഒരുപാട് നാൾ ഇരിക്കില്ല. ഒരുപാട് വർഷങ്ങളോളം ഇരിക്കണമെങ്കിൽ വിനാഗിരി തന്നെ വേണം. ഞാൻ പറഞ്ഞതല്ല കേട്ടോ, തലയിൽ ആൾതാമസമുള്ളവർ പറഞ്ഞതാണ്. ഇതാണ് തലേ ദിവസമേ ഉപ്പിട്ടരിഞ്ഞു വെച്ച മാങ്ങ. മാങ്ങയെ ഈ അസൽ കൂട്ടിലേക്കിടുക. നല്ല പോലെ ഇളക്കുക. മണവും നിറവും നാവിൽ കപ്പലോടുമെങ്കിലും വീണ്ടും ഇളക്കുക. പിന്നീട് രൂപം മാറ്റിയ കടുകും ഇടുക. ആദ്യമേ നമ്മൾ മാങ്ങയിൽ ഉപ്പിട്ടിട്ടുണ്ടെങ്കിലും പിന്നീട് ഉപ്പ് നോക്കി ആവശ്യമെങ്കിൽ കുറച്ചുകൂടി ചേർക്കുക. അങ്ങനെ നമ്മളിപ്പോൾ പഴങ്ങളുടെ രാജാവിനെ അച്ചാറുകളുടെ രാജാവാക്കി. ഒറ്റയ്ക്ക് നിന്നാലും കൂടെ നിന്നാലും സ്വന്തം സ്വാദ് മുന്നിലെത്തിക്കുന്ന മാങ്ങാച്ചാർ. അപ്പം അടുത്ത നല്ലൊരു വീഡിയോ ആയി പിന്നെ കാണാം. ബൈ ബൈ.